ആന്ധ്രാപ്രദേശിൽ ക്ഷേത്ര മതിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 8 വിശാഖപട്ടണത്തെ ശ്രീ വരാഹലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം ഉണ്ടായത്. പ്രദേശത്തിപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഗൗതം ആമ്രകുഞ്ചമാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 7 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടതായി നമുക്ക് വിവരമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 8 ഉയർന്നിട്ടുണ്ട്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്ത നിവാരണ സേനയുടെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടമുണ്ടായത്. ഈ വരാഹലക്ഷ്മി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചന്ദനോത്സവം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അത് ഇന്നാണ് നടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്, വരാഹലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഇവർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കി ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ടൊരു ക്ഷേത്ര മതിൽ എന്ന രീതിയിൽ ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി 20 അടി നീളത്തിൽ ഒരു നിർമ്മിതി ഉണ്ടാക്കിയത്. എന്നാൽ ഇത് ആളുകൾ കൂടുതൽ ഇതിലേക്ക് കയറിയതോടുകൂടി ഇത് തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്? പുലർച്ചയോട് തന്നെ ഈ ഒരു അപകടം ഉണ്ടായതായിട്ടാണ് നമുക്ക് ദേശീയ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ആദ്യം പ്രദേശവാസികളും പിന്നീട് പോലീസും ശേഷം ദുരന്ത നിവാരണ സേനയും ഒക്കെ സ്ഥലത്തെത്തി ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നിരവധി പേരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവം ഇപ്പോൾ മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ്. നേരത്തെ 4 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിലൊരാളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ അപകടത്തിൻ്റെ കാരണം, ഈ നിർമ്മിതി പൊളിയാനുണ്ടായ കാരണം ഭക്തർ അധികമായി വന്നത് തന്നെയാണ് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിലോ മറ്റോ അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിച്ചിരുന്നുണ്ട്. ലക്ഷ്മി. ഗൗതം ആമ്രകുഞ്ചം നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.